ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ഒരു അടിപൊളി കിഡിലും പ്രൊമോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് വിഷ്ണു ശാലിനിയും മക്കളും കൂടെ ടൂർ പോയിരിക്കുകയാണ്. വാട്ടർ തീം പാർക്കിലേക്കാണ് ഫസ്റ്റ് ട്രിപ്പ്. അങ്ങനെ കുട്ടികളെ അവിടെയുള്ള ഓരോ റൈഡിലും പോകുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കണേ. ഈ സമയം ശാലിനിയും വിഷ്ണുവും ഇതൊക്കെ നോക്കി നിൽക്കും. പിന്നീട് ശാലിനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്. ശാലിനി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുമ്പോൾ വിഷ്ണുവും കൂടെ പോവാണ്. അങ്ങനെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പപ്പിമോൾ എന്തോ ആവശ്യത്തിനായിട്ട് ശാലിനിയുടെയും വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവര് കണ്ടിട്ടില്ല. ഇവര് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവര് പറയുന്ന ചില ഞെട്ടിപ്പിക്കുന്ന രഹസ്യം പപ്പി കേൾക്കാണ്. ശാലിനി വിഷ്ണുവിനോട് വയ്ക്കും, വിഷ്ണുവേട്ടനാണ് പപ്പിമോളുടെ യഥാർത്ഥ അച്ഛനെന്നും ഞാനാണ് യഥാർത്ഥ അമ്മയെന്നും അവൾ എന്തെങ്കിലും അറിയില്ലേ ആ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു പോവാണ്. അതില് പപ്പിയെ കാണുന്നതും ഇവര് ഞെട്ടും. ഇവര് പറയുന്ന കേട്ടിട്ട് പപ്പിയും ഞെട്ടാണ്. അങ്ങനെ പപ്പി ഇങ്ങനെ ഷോക്കായി നിൽക്കുമ്പോൾ ശാലിനി പപ്പിയോടായിട്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയണേ. പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാട്ടോ. അതൊന്നും കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്ന പ്രൊമോയിലുള്ളത് ശാലിനി പറയണേ, വിഷ്ണു അച്ഛനാ മോളുടെ ശരിക്കുള്ള അച്ഛൻ, ഞാനാ മോളുടെ ശരിക്കുള്ള അമ്മ, സത്യയുടെ ചേച്ചിയ മോള്, ഞങ്ങൾക്ക് പറഞ്ഞ ഇരട്ടക്കുട്ടികളാ നിങ്ങള്. ഇതൊക്കെ കേൾക്കുമ്പോ പപ്പിക്ക് സന്തോഷാണോ സങ്കടാണോ എന്ന് അറിയില്ല. കാരണം ഇത്രയും കാലം സ്വന്തം അച്ഛനും അമ്മയാണെന്ന് കരുതിയവരല്ല തന്റെ യഥാർത്ഥ അമ്മയും അച്ഛനെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സിന്റെ വേദന എത്രത്തോളാണെന്ന് അറിയില്ല. ശാലിനിയും വിഷ്ണുവിനെയും ഇഷ്ടമാണ്. അവരാണ് യഥാർത്ഥ അമ്മ അച്ഛൻ എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാകും. എങ്കിലും പെട്ടെന്നത് കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അവര് നല്ല കോടമഞ്ഞുള്ള സ്ഥലത്താണല്ലോ പോയിരിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ തണുത്ത് നിൽക്കണേ. ഈ സമയം അങ്ങോട്ടൊരാൾ വരുന്നുണ്ട്. ശാലിനി ഇങ്ങനെ അവർ നോക്കി നിൽക്കുന്നതൊക്കെ ഈ പ്രൊമോയില് കാണിക്കുന്നുണ്ട്. പിന്നീട് സത്യാമ്മ അപ്പോ ഒരു ജോത്സ്യനെ കാണാൻ പോയിരിക്കുകയാണല്ലോ. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് സത്യഭാമ ഞെട്ടി പോകുന്നുണ്ട്. 7 ശനിയുടെ ഭാഗമായിട്ട് ആപത്ത് വരാൻ പോകുന്നത് മകന് തന്നെയാണ്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഓരോന്നും കേട്ട് ഭാമ ഇങ്ങനെ ഞെട്ടിലോടെ നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. കാരണം വിഷ്ണു പോയിരിക്കുന്ന സ്ഥലത്തേക്ക് റേഞ്ച് ഉണ്ടാവില്ലെന്ന് അനുപല്ലവി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് വിഷ്ണു ഫേസ് ചെയ്യാൻ പോകുന്നത്, പപ്പിമോളുടെ കാര്യവും എല്ലാം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. അപ്പൊ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്